ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10 അധ്യായം 24 വാക്യം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. ഗിരോണ എന്ന സ്പാനിഷ് കപ്പൽ 1588 അയർലൻഡിൽ നിന്നും സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയിൽ കൂർത്തുമൂർത്ത ഒരു വൻ പാറക്കെട്ടിൽ ഇടിച്ച് തകർന്നു. ആ കപ്പലിൽ തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി നൽകിയ മോതിരം ധരിച്ചിരുന്ന ഒരു യുവാവ് യാത്ര ചെയ്തിരുന്നു. ആ കപ്പലിൽ ഉണ്ടായിരുന്ന 13 പേരിൽ ഈ യുവാവ് ഉൾപ്പെടെ 5 പേർ മരണപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് ശേഷം റോബർട്ട് സ്റ്റിനോയിറ്റ് എന്നൊരു നാവികൻ അവിടെ എത്തുകയും ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളോടൊപ്പം ആ പെൺകുട്ടി നൽകിയ മോതിരം കാണാൻ ഇടയാകുകയും ചെയ്തു. അദ്ദേഹം അത് പരിശോധിച്ചപ്പോൾ അതിലൊരു ചെറു ഹൃദയം, സമർപ്പിക്കുന്ന ഒരു ചെറിയ കൈയും അതിനോട് ചേർന്ന് ഒരു ചെറു വാചകവും കൊത്തിയിരിക്കുന്നതും കണ്ടു. അത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും നൽകുവാൻ കഴിയില്ല. ഐ ഹാവ് നത്തിങ് ടു ഗിവ് മോർ ദാൻ ദിസ്. ഈ പണി കണ്ടതായ നാവികൻ പറഞ്ഞു, ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം. ഇപ്രകാരം സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെയാണ് സമൂഹത്തിനും രാഷ്ട്രത്തിനും ദൈവത്തിനും ആവശ്യം. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് പ്രതിഫലേച്ഛ കൂടാതെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന വ്യക്തികൾ ആവശ്യമാണ്. അവർ എന്നും രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ സാമൂഹിക പ്രവർത്തകൻ. സമ്പൂർണ്ണമായി ലോകത്തിൻ്റെ നന്മയ്ക്കായി സമർപ്പിക്കപ്പെട്ട മഹത് ജീവിതമായിരുന്നു നമ്മുടെ കർത്താവിൻ്റേത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാൻ തക്കവണ്ണം, അത് ദൈവരാജ്യത്തിന് പ്രയോജനമായി ഭവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, സമ്പൂർണ്ണമായി അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹത്തെയും ആത്മാവിനെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ പ്രഭാതത്തിലെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.